ഹുമയൂണിന്റെ ശവകുടീരം എവിടെയാണ്? ഡൽഹി. മുഗൾ ചക്രവർത്തിയായിരുന്ന ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഒരു പ്രധാന ചരിത്ര സ്മാരകമാണിത്. UN പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത? വിജയലക്ഷ്മി പണ്ഡിറ്റ്. UN പൊതുസഭയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയായ അവർ ഒരു പ്രമുഖ നയതന്ത്രജ്ഞയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 1952 എവിടെയാണ് നടന്നത്? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 1952 മുംബൈയിലാണ് നടന്നത്. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. ലീഹ്ല എന്ന കൃതി രചിച്ചത്? ഇബ്നു ബത്തൂത്ത. മൊറോക്കൻ സഞ്ചാരിയും പണ്ഡിതനുമായിരുന്ന ഇബ്നു ബത്തൂത്തയാണ് ലീഹ്ല എന്ന യാത്രാവിവരണം രചിച്ചത്. മധ്യകാലഘട്ടത്തിലെ ലോകത്തെക്കുറിച്ചുള്ള വിലയേറിയ വിവരങ്ങൾ ഇത് നൽകുന്നു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയ രാജ്യം? ബ്രിട്ടൻ. ലോകത്തിലെ ഏറ്റവും വലിയ കോളനി സാമ്രാജ്യങ്ങളിലൊന്നായിരുന്ന ബ്രിട്ടൻ നിരവധി രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി. ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള പല രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിയം? കൊൽക്കത്ത. 1814 സ്ഥാപിച്ച കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയമാണ് രാജ്യത്തെ ആദ്യത്തെ മ്യൂസിയം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. കേരള നിയമസഭയിലെ ആദ്യത്തെ കോൺഗ്രസ് സ്പീക്കർ? അലക്സാണ്ടർ പറമ്പിത്തറ. കേരള നിയമസഭയിലെ ആദ്യത്തെ കോൺഗ്രസ് സ്പീക്കറായിരുന്നു അലക്സാണ്ടർ പറമ്പിത്തറ. നിയമസഭയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് പ്രധാന സ്ഥാനമുണ്ട്. ഡൽഹിയിൽ പുരാണകില നിർമ്മിച്ചത്? ഷേർഷാ. സൂർ രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ഷേർഷാ സൂരി ഡൽഹിയിൽ പുരാണകില നിർമ്മിച്ചു. മുഗൾ വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളിലൊന്നാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട നിർമ്മിച്ചതെവിടെ? കൊച്ചിയിൽ. പോർച്ചുഗീസുകാർ 1503 കൊച്ചിയിൽ നിർമ്മിച്ച മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട. ഇത് പിന്നീട് ഫോർട്ട് കൊച്ചി എന്ന പേരിൽ അറിയപ്പെട്ടു. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്? ഏപ്രിൽ 1. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 ആരംഭിച്ച് അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്നു. ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകൾക്കും ഈ രീതിയാണ് പിന്തുടരുന്നത്. കേരള മാർക്സ് എന്നറിയപ്പെട്ടത്? കെ. ദാമോദരൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായ കെ. ദാമോദരനെ കേരള മാർക്സ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക സംഭാവനകൾ ശ്രദ്ധേയമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്ന നഗരം? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം 1952 മുംബൈയിലാണ് നടന്നത്. ഇന്ത്യൻ സിനിമയുടെ ആഗോളതലത്തിലുള്ള പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിച്ചു. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം? ആഫ്രിക്ക. 54 രാജ്യങ്ങളുള്ള ആഫ്രിക്കയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും ഇത് വളരെ വൈവിധ്യപൂർണമാണ്. ഓട്ടോമൻ സുൽത്താൻമാർ ഭരണം നടത്തിയിരുന്ന രാജ്യം? തുർക്കി. ഓട്ടോമൻ സാമ്രാജ്യം 6 നൂറ്റാണ്ടുകളിലധികം തുർക്കി ആസ്ഥാനമാക്കി ഭരണം നടത്തി. ഇസ്താംബുൾ ആയിരുന്നു അവരുടെ തലസ്ഥാനം. കേരള നിയമസഭാംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തി? ഡോക്ടർ AR മേനോൻ. കേരള നിയമസഭാംഗമായിരിക്കെ അന്തരിച്ച ആദ്യ വ്യക്തിയാണ് ഡോക്ടർ AR മേനോൻ. വൈദ്യരംഗത്തും സാമൂഹ്യപ്രവർത്തനങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി? ബോംബെ മ്യൂച്വൽ അഷ്വറൻസ് സൊസൈറ്റി ലിമിറ്റഡ്. 1870 ബോംബെയിൽ സ്ഥാപിതമായ ബോംബെ മ്യൂച്വൽ അഷ്വറൻസ് സൊസൈറ്റി ലിമിറ്റഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി. ഇത് ഇന്ത്യയിലെ ഇൻഷുറൻസ് വ്യവസായത്തിന് തുടക്കമിട്ടു. പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനമെന്ന് പറഞ്ഞത്? ഹക്സ്ലി.
ഇ.ടി.എച്ച്. ഹക്സ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് പ്രോട്ടോപ്ലാസമാണ് ജീവന്റെ ഭൗതിക അടിസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ടത്. കോശങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് പ്രോട്ടോപ്ലാസം പ്രധാനമാണ്. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം എന്തായി തോന്നുന്നു? കറുപ്പ്. ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് പ്രകാശത്തിന്റെ വിസരണം നടക്കുന്നില്ല. അതുകൊണ്ട് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശം കറുത്തതായി കാണപ്പെടുന്നു. പ്രേംബാട്ടിയ അവാർഡ് ഏതു മേഖലയിലാണ് നൽകുന്നത്? പത്രപ്രവർത്തനം. പ്രേംബാട്ടിയ അവാർഡ് ഇന്ത്യൻ പത്രപ്രവർത്തന മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ്. പ്രമുഖ പത്രപ്രവർത്തകൻ പ്രേംബാട്ടിയയുടെ സ്മരണാർത്ഥമാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം? ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ്. 1990കളുടെ അവസാനത്തിൽ ഇത് ഓൺലൈനിൽ ലഭ്യമായി തുടങ്ങി. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഏതു പേരിലാണ് പ്രസിദ്ധനായത്? വിക്രമാദിത്യൻ. ഗുപ്തസാമ്രാജ്യത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വിക്രമാദിത്യൻ എന്ന പേരിലും അറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭരണകാലം ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ബ്രോക്കൺ വിങ്സ് രചിച്ചത്? സരോജിനി നായിഡു. ഇന്ത്യൻ കവയിത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന സരോജിനി നായിഡുവിന്റെ പ്രശസ്തമായ കവിതാ സമാഹാരമാണ് ബ്രോക്കൺ വിങ്സ്. നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നും അവർ അറിയപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ? രേവ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് കാർ മഹീന്ദ്ര ഇരേവ, നേരത്തെ രേവ ഇലക്ട്രിക് കാർ ആണ്. 2001-ൽ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള രേവ ഇലക്ട്രിക് കാർ കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത്. ചരിത്രത്തിന്റെ പിതാവ്? ഹെറോഡോട്ടസ്. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസിനെയാണ് ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ചരിത്ര സംഭവങ്ങളെ വ്യവസ്ഥാപിതമായി രേഖപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തികളിലൊരാളാണ് അദ്ദേഹം. ബ്രോഡ്ഗേജ് പാതയിൽ റെയിൽപാളങ്ങൾ തമ്മിലുള്ള അകലം? 1.676 മീറ്റർ. ഇന്ത്യൻ റെയിൽവേയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ബ്രോഡ്ഗേജ് പാതയിൽ റെയിൽപാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്ററാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ഗേജുകളിൽ ഒന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിയന്ത്രം സ്ഥാപിച്ചതെവിടെയാണ്? ഗോവയിൽ. 1556-ൽ പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിയന്ത്രം ഗോവയിൽ സ്ഥാപിച്ചത്. ഇത് ഇന്ത്യയിലെ പ്രസിദ്ധീകരണ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ? തമിഴ്. 2004-ൽ ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ തമിഴാണ്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിലെ ഏറ്റവും പഴക്കമേറിയ ഭാഷകളിലൊന്നാണ് തമിഴ്. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? മഗ്നീഷ്യം. സസ്യങ്ങളിലെ ഹരിതകമായ ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോഹം മഗ്നീഷ്യമാണ്. പ്രകാശസംശ്ലേഷണ പ്രക്രിയയ്ക്ക് ക്ലോറോഫിൽ അത്യന്താപേക്ഷിതമാണ്. ചാച്ച്നാമ എന്നത് ഏത് പ്രദേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ്? സിന്ധ്. സിന്ധ് പ്രദേശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുരാതന പേർഷ്യൻ ഗ്രന്ഥമാണ് ചാച്ച്നാമ. സിന്ധിലെ അറബ് അധിനിവേശത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇത് നൽകുന്നു. കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര? സുക്രോസ്. കരിമ്പിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന പഞ്ചസാര സുക്രോസ് ആണ്. ഇത് സാധാരണയായി ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നു. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശം? ലോധി വംശം. ഡൽഹി സുൽത്താനേറ്റിന്റെ അവസാനത്തെ രാജവംശമായിരുന്നു ലോധി വംശം. ഇന്ത്യ ഭരിച്ച ആദ്യത്തെ അഫ്ഗാൻ വംശമാണിത്. ചാർമിനാർ എവിടെയാണ്? ഹൈദരാബാദ്. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിലാണ് പ്രശസ്തമായ ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്. 1591-ൽ മുഹമ്മദ് കുലി കുതുബ് ഷായാണ് ഇത് നിർമ്മിച്ചത്. 2 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിന് 2 തലസ്ഥാനങ്ങളാണുള്ളത്, ശ്രീനഗർ വേനൽക്കാലം ജമ്മു ശീതകാലം ഈ ക്രമീകരണം ഭരണപരമായ സൗകര്യങ്ങൾ മുൻനിർത്തിയാണ്. ഒരു ഗ്ലാസ്സിലെ ജലത്തിൽ ഒരു ഐസ് കഷണം പൊങ്ങിക്കിടക്കുന്നു.
അതിലെ ഐസ് കഷണം ഉരുകിത്തീർന്ന ഉടൻ ജലനിരപ്പ് വ്യത്യാസം വരുന്നില്ല. ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അത് മാറ്റിവെക്കുന്ന വെള്ളത്തിന്റെ അളവ് അതിന്റെ ഭാരത്തതിന് തുല്യമായിരിക്കും. ഐസ് ഉരുകുമ്പോൾ അതിന്റെ വ്യാപ്തി കുറയുകയും അതേ അളവ് ജലം നിറയുകയും ചെയ്യുന്നതുകൊണ്ട് ജലനിരപ്പിൽ വ്യത്യാസം വരില്ല. 1948-ൽ ഡോക്ടർ ശാരദാ കബീറിനെ പുനർവിവാഹം ചെയ്ത നേതാവ് ബി.ആർ. അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ബി.ആർ. അംബേദ്കർ 1948-ൽ ഡോക്ടർ ശാരദാ കബീറിനെ പിന്നീട് സവിത അംബേദ്കർ പുനർവിവാഹം ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാനകാലത്ത് അവർ വലിയ പിന്തുണ നൽകി. കോൺഗ്രസുമായി പൂനെ ഉടമ്പടിയിൽ ഏർപ്പെട്ട നേതാവ് ബി.ആർ. അംബേദ്കർ. 1932-ൽ പൂനെ ഉടമ്പടിയിൽ മഹാത്മാഗാന്ധിയും ബി.ആർ. അംബേദ്കറും ഒപ്പുവെച്ചു. അധസ്ഥിത വിഭാഗങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന കരാറായിരുന്നു ഇത്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത ജാനകി രാമചന്ദ്രൻ. എം.ജി.ആറിന്റെ പത്നിയായിരുന്ന അവർ വൈക്കം സ്വദേശിനിയായിരുന്നു. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ ജാനകി രാമചന്ദ്രനാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത. എം.ജി. രാമചന്ദ്രന്റെ ഭാര്യയായിരുന്നു അവർ. ഇ.എം.എസ്. മന്ത്രിസഭയുടെ കാലത്ത് നിയമസഭയിൽ ഭൂപരിഷ്കരണ ബിൽ കൊണ്ടുവന്ന റവന്യൂ മന്ത്രി കെ.ആർ. ഗൗരിയമ്മ. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായ ഇ.എം.എസ്. മന്ത്രിസഭയുടെ കാലത്ത് കെ.ആർ. ഗൗരിയമ്മയാണ് ഭൂപരിഷ്കരണ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ ഈ നിയമത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കോവൻപുത്തൂർ എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന നഗരം കോയമ്പത്തൂർ. തമിഴ്നാട്ടിലെ ഒരു പ്രധാന നഗരമായ കോയമ്പത്തൂർ പണ്ട് കോവൻപുത്തൂർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വ്യവസായപരമായി പ്രാധാന്യമുള്ള ഒരു നഗരമാണിത്. രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം ഗുജറാത്ത്. മഹാത്മാഗാന്ധിയുടെ ജന്മനാടായ ഗുജറാത്തിൽ സംസ്ഥാനം രൂപീകൃതമായ നാൾ മുതൽ മദ്യനിരോധനം നിലവിലുണ്ട്. ഗാന്ധിയൻ തത്വങ്ങളുടെ ഭാഗമായാണ് ഈ നയം പിന്തുടരുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഫിദൽ കാസ്ട്രോ. ക്യൂബയുടെ വിപ്ലവ നേതാവും മുൻ പ്രസിഡന്റുമായിരുന്ന ഫിദൽ കാസ്ട്രോയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി. അരനൂറ്റാണ്ടിലധികം അദ്ദേഹം ക്യൂബയുടെ ഭരണം കൈയാളി. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ. ആർട്ടിക് ടേണാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി. ആർട്ടിക് മേഖലയിൽ നിന്ന് അന്റാർട്ടിക് മേഖലയിലേക്കും തിരിച്ചും ഇത് ഏകദേശം 70,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു. കേരള കലാമണ്ഡലത്തെ കേരള സർക്കാർ ഏറ്റെടുത്ത വർഷം 1957. വള്ളത്തോൾ നാരായണമേനോൻ സ്ഥാപിച്ച കേരള കലാമണ്ഡലം 1957-ൽ കേരള സർക്കാർ ഏറ്റെടുത്തു. കഥകളി ഉൾപ്പെടെയുള്ള കേരളീയ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. സതി നിർത്തലാക്കൽ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഏത് നേതാവിന്റെ മരണശേഷമാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവായി ഉയർന്നത്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകന്റെ മരണശേഷം മഹാത്മാഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവായി ഉയർന്നു. തിലകന്റെ സ്വരാജ് എന്റെ ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം അദ്ദേഹത്തിന് പ്രചോദനമായി. ചിദംബരത്തെ നടരാജവിഗ്രഹം നിർമ്മിച്ചത് ആര്? ചോളന്മാർ. ചോളരാജാക്കന്മാരുടെ കാലഘട്ടം വെങ്കല ശില്പകലയുടെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നു. അക്കാലത്തെ പ്രധാന ശില്പങ്ങളിൽ ഒന്നാണ് നടരാജ വിഗ്രഹം. ഏത് രാജാവിന്റെ പണ്ഡിത സദസ്സായിരുന്നു അഷ്ടദിഗ്ഗജങ്ങൾ? കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായ കൃഷ്ണദേവരായരുടെ സദസ്സിലെ 8 തെലുങ്ക് കവികളാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി.
പോണ്ടിച്ചേരി യൂണിയൻ പ്രദേശത്തിന്റെ ഭാഗമായ മാഹി 9 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയായി കണക്കാക്കപ്പെടുന്നു. ചുവന്ന ത്രികോണം എന്തിന്റെ ചിഹ്നമാണ്? കുടുംബാസൂത്രണം. ഇന്ത്യയിലെ കുടുംബാസൂത്രണ പരിപാടികളുടെ ഔദ്യോഗിക ചിഹ്നമായി ചുവന്ന ത്രികോണം ഉപയോഗിക്കുന്നു. കുടുംബാസൂത്രണത്തെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനാണിത്. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന പോയിന്റ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഭൂമിയുടെ പ്രാഥമിക മെറിഡിയനായ ഗ്രീനിച്ച് രേഖയും 0° രേഖാംശം, ഭൂമധ്യരേഖയും 0° അക്ഷാംശം പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തിനടുത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സന്ധിക്കുന്നു. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യാവസായിക തലസ്ഥാനം? കാൺപൂർ. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ വ്യാവസായിക നഗരങ്ങളിൽ ഒന്നാണ് കാൺപൂർ. ഇത് പലപ്പോഴും വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് അറിയപ്പെടുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ലഭിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ? സത്യജിത് റേ. ലോകപ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനായ സത്യജിത് റേക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ബഹുമതി. വാഷിംഗ്ടൺ നഗരം ഏത് നദിയുടെ തീരത്താണ്? പോട്ടോമാക്ക് നദി. അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC പോട്ടോമാക്ക് നദിയുടെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ്ടൺ മെമ്മോറിയൽ എവിടെയാണ്? വാഷിംഗ്ടൺ DC. അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച ഒരു സ്മാരകമാണ് വാഷിംഗ്ടൺ മെമ്മോറിയൽ. ഇത് വാഷിംഗ്ടൺ DCയിലെ നാഷണൽ മാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് കടപ്പുറം. ചെന്നൈയിലെ മറീന ബീച്ച്. തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന മറീന ബീച്ച് ഏകദേശം 13 കിലോമീറ്ററിലധികം നീളമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ നഗര ബീച്ചാണ്. ചമേലി ദേവി ജെയിൻ അവാർഡ് ഏതു മേഖലയിലാണ് നൽകുന്നത്? പത്രപ്രവർത്തനം. ഇന്ത്യൻ വനിതാ മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ചമേലി ദേവി ജെയിൻ അവാർഡ്. മീഡിയ ഫൗണ്ടേഷനാണ് ഈ അവാർഡ് നൽകുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനത്തെ ഏത് രാജ്യത്തിന്റെ ഭരണത്തലവനുമായിട്ടാണ് സാധാരണയായി താരതമ്യം ചെയ്യുന്നത്? ബ്രിട്ടൻ. ഇന്ത്യയുടെ പാർലമെന്ററി സമ്പ്രദായം ബ്രിട്ടീഷ് മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ബ്രിട്ടീഷ് രാജാവിനെപ്പോലെ ഇന്ത്യൻ പ്രസിഡന്റും നാമമാത്രമായ തലവനാണ്. ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര്? ജി. ശങ്കരക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യ ജ്ഞാനപീഠ ജേതാവായ ജി. ശങ്കരക്കുറുപ്പാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ വിഖ്യാത കൃതിയായ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ച രാജാവ്? ആയില്യം തിരുനാൾ. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്താണ് ഇന്നത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം നിർമ്മിച്ചത്. 1869-ൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി. ചന്ദേലന്മാർ ഭരിച്ചിരുന്ന രാജ്യം പ്രദേശം? ബുന്ദേൽഖണ്ഡ്. മധ്യ ഇന്ത്യയിലെ ഒരു പ്രമുഖ രാജവംശമായിരുന്നു ചന്ദേലന്മാർ. അവർ ബുന്ദേൽഖണ്ഡ് പ്രദേശം ഭരിക്കുകയും ഖജുരാഹോ ക്ഷേത്രങ്ങൾ പോലുള്ള മഹത്തായ സ്മാരകങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. എന്തിന്റെ കവാടമാണ് അലൈ ദർവാസ? കുത്ബ് മിനാർ. ഡൽഹിയിലെ കുത്ബ് മിനാർ സമുച്ചയത്തിന്റെ തെക്കേ കവാടമാണ് അലൈ ദർവാസ. അലാവുദ്ദീൻ ഖിൽജിയാണ് ഇത് നിർമ്മിച്ചത്. ജനാധിപത്യത്തെ നിർവചിച്ച ലിങ്കന്റെ പ്രസിദ്ധമായ പ്രസംഗം? ഗെറ്റിസ്ബർഗ് പ്രസംഗം. ജനങ്ങളാൽ, ജനങ്ങൾക്കുവേണ്ടി, ജനങ്ങളുടെ ഭരണം, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്ന എബ്രഹാം ലിങ്കന്റെ പ്രസിദ്ധമായ നിർവചനം ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ നിന്നാണ്. എന്തിന്റെ സാന്നിധ്യം മൂലമാണ് ശരീരത്തിലെ രക്തം കട്ടപിടിക്കാത്തത്? ഹെപ്പാരിൻ. ശരീരത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഒരു പ്രകൃതിദത്ത ആന്റിയോകയാഗുലന്റാണ് ഹെപ്പാരിൻ. ഇത് പ്രധാനമായും കരളിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഇന്നേവരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വജ്രം? കള്ളിനൻ വജ്രം.
ലോകത്തിലെ ഏറ്റവും വലിയ രത്നഗുണമേന്മയുള്ള അസംസ്കൃത വജ്രമാണ് കള്ളിനൻ വജ്രം. 1905-ൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക്. 9,72,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഏറ്റവും വലിയ സംരക്ഷിത കരപ്രദേശവുമാണ്. ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ. പാരമ്പര്യത്തെക്കുറിച്ചുള്ള പഠനത്തിന് തുടക്കമിട്ട ശാസ്ത്രജ്ഞനാണ് ഗ്രിഗർ മെൻഡൽ. മടൽച്ചെടികളിലെ പരീക്ഷണങ്ങളിലൂടെ പാരമ്പര്യ നിയമങ്ങൾ അദ്ദേഹം രൂപീകരിച്ചു. ജപ്പാനിൽ ബോംബിടാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബുകൾ വർഷിക്കാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ഹാരി എസ് ട്രൂമാൻ. ഈനാട് ഏതു ഭാഷയിലെ പത്രമാണ്? തെലുങ്ക്. തെലുങ്ക് ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രമുഖ ഇന്ത്യൻ ദിനപത്രമാണ് ഈനാട്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഇതിന് വലിയ പ്രചാരമുണ്ട്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. കേരള വനം വികസന കോർപ്പറേഷൻ KFDC 1975-ൽ രൂപീകൃതമായ ഒരു സർക്കാർ സ്ഥാപനമാണ്. വനവികസനം, വനസംരക്ഷണം, പരിസ്ഥിതി ടൂറിസം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ജൂൾസ് പ്രതി കിലോഗ്രാം കെൽവിൻ. 1 കിലോഗ്രാം ജലത്തിന്റെ താപനില 1 കെൽവിൻ അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപോർജ്ജത്തിന്റെ അളവാണ് ജലത്തിന്റെ വിശിഷ്ട താപധാരിത. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ CK നായിഡു. സ്വതന്ത്ര ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ആദ്യ ക്യാപ്റ്റനായിരുന്നു CK നായിഡു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ആദ്യത്തെ ടെസ്റ്റ് മത്സരം കളിച്ചത്. 2 ചൈനയിൽ എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കർ. പ്രമുഖ ചരിത്രകാരനും നയതന്ത്രജ്ഞനുമായിരുന്ന സർദാർ KM പണിക്കരുടെ യാത്രാവിവരണങ്ങളിൽ ഒന്നാണ് 2 ചൈനയിൽ. ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്സ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിംഗ്സ് അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇംപീച്ച്മെന്റിന് വിധേയനായി. പിന്നീട് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. മോണ്ടി കാർലോ കാർ റാലി നടക്കുന്ന രാജ്യം മൊണാക്കോ. ലോകത്തിലെ ഏറ്റവും പഴയതും പ്രശസ്തവുമായ റാലി മത്സരങ്ങളിൽ ഒന്നാണ് മോണ്ടി കാർലോ റാലി. യൂറോപ്പിലെ കൊച്ചു രാജ്യമായ മൊണാക്കോയിലാണ് ഇത് പ്രധാനമായും നടക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ. ആഫ്രിക്കയുടെ തെക്കുകിഴക്കൻ തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ദ്വീപ് രാജ്യമാണ് മഡഗാസ്കർ. ലോകത്തിലെ 4ാമത്തെ വലിയ ദ്വീപാണിത്. ഉത്തരേന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ഹർഷവർദ്ധനൻ. AD 7-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ച ശക്തനായ ഭരണാധികാരിയായിരുന്നു ഹർഷവർദ്ധനൻ. ഏറ്റവും പഴക്കമുള്ള വിവരാവകാശ നിയമസംവിധാനം നിലവിലുള്ള രാജ്യം സ്വീഡൻ. 1766-ൽ ലോകത്തിലെ ആദ്യത്തെ വിവരാവകാശ നിയമം ഫ്രീഡം ഓഫ് ദ പ്രസ് ആക്ട് പാസാക്കിയ രാജ്യമാണ് സ്വീഡൻ. ജെസ്യൂട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് ഇഗ്നേഷ്യസ് ഓഫ് ലോയോള. സൊസൈറ്റി ഓഫ് ജീസസ് എന്ന ജെസ്യൂട്ട് സഭ സ്ഥാപിച്ചത് സ്പാനിഷ് പുരോഹിതനും ദൈവശാസ്ത്രജ്ഞനുമായ ഇഗ്നേഷ്യസ് ഓഫ് ലോയോളയാണ്. കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ പുരുഷ വിഭാഗങ്ങളിൽ ഒന്നാണിത്. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ്? ഇരിങ്ങാലക്കുട. പ്രമുഖ കഥകളി കലാകാരനും കവിയുമായിരുന്ന ഉണ്ണായി വാര്യരുടെ ഓർമ്മയ്ക്കായി തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിച്ച കലാസ്ഥാപനമാണിത്. ഇന്ത്യൻ മത സാമൂഹിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം സ്ഥാപിച്ച രാജാറാം മോഹൻ റോയ് സതി, ശൈശവ വിവാഹം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പരിഷ്കരണങ്ങൾക്ക് വഴിയൊരുക്കി.
ഗാന്ധിജി അഹമ്മദാബാദിനടുത്ത് കൊച്രാബ് എന്ന സ്ഥലത്ത് സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചത്? 1915. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം 1915-ൽ മഹാത്മാഗാന്ധി അഹമ്മദാബാദിനടുത്ത് കൊച്രാബിൽ ആദ്യത്തെ സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു. പിന്നീട് ഇത് സബർമതിയിലേക്ക് മാറ്റി. ഒരു ശിശു വളർന്നുവരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുന്നു. ഒരു നവജാത ശിശുവിന് ഏകദേശം 300 എല്ലുകളാണുള്ളത്. എന്നാൽ വളർന്നു വലുതാകുമ്പോൾ പല എല്ലുകളും ഒന്നിച്ചുചേർന്ന എണ്ണം ഏകദേശം 206 ആയി കുറയുന്നു. ദേവിചന്ദ്രഗുപ്തം എന്ന സംസ്കൃത നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. വിശാഖദത്തൻ രചിച്ച ദേവിചന്ദ്രഗുപ്തം എന്ന സംസ്കൃത നാടകത്തിലെ പ്രധാന കഥാപാത്രം ഗുപ്ത രാജാവായ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അഥവാ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണ്. ഏത് ജീവിയുടെ മസ്തിഷ്കത്തിലാണ് പ്രകൃതിയിലെ ഏറ്റവും വലുപ്പം കൂടിയ ന്യൂറോൺ കാണപ്പെടുന്നത്? ഓക്ടോപസ്. ഓക്ടോപസിന്റെ ഭീമാകാരമായ ആക്സോൺ, ന്യൂറോണിന്റെ ഭാഗം, നാഡീവ്യവസ്ഥയുടെ പഠനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ വലുതും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതുമാണ്. ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാൺപൂർ. ഇന്ത്യയിലെ പഞ്ചസാര വ്യവസായം, കരിമ്പ് കൃഷി, അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുന്ന പ്രധാന സ്ഥാപനമാണ് കാൺപൂരിലെ നാഷണൽ ഷുഗർ ഇൻസ്റ്റിറ്റ്യൂട്ട്. മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ചു നൽകാൻ ഗവർണറെ ഉപദേശിക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ മന്ത്രിസഭയുടെ തലവനായ മുഖ്യമന്ത്രിയാണ് മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ചു നൽകുന്ന കാര്യത്തിൽ ഗവർണർക്ക് ഉപദേശം നൽകുന്നത്. ഇത് പാർലമെന്ററി ജനാധിപത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട നടപടിക്രമമാണ്. ഏത് ജീവിയുടെ ശാസ്ത്രനാമമാണ് ഹോമോ സാപ്പിയൻസ്? മനുഷ്യൻ. ആധുനിക മനുഷ്യനെ ശാസ്ത്രീയമായി ഹോമോ സാപ്പിയൻസ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ അർത്ഥം വിവേകമുള്ള മനുഷ്യൻ എന്നാണ്. ഒരു ലോക്സഭാംഗത്തിന് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ മാതൃഭാഷയിൽ സഭയിൽ പ്രസംഗിക്കാൻ അനുമതി നൽകാൻ ആർക്കാണ് അധികാരം? സ്പീക്കർ. പാർലമെന്റ് നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് ഉത്തരവാദി സ്പീക്കറാണ്. അംഗങ്ങൾക്ക് അവരുടെ മാതൃഭാഷയിൽ സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകുന്നത് പ്രാദേശിക ഭാഷകളുടെ പ്രാധാന്യം ഉറപ്പാക്കുന്നു. ജഹാംഗീറിന്റെ മുഖ്യരാജ്ഞിയായിരുന്നത്? നൂർജഹാൻ. മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ ഭാര്യയായിരുന്ന നൂർജഹാൻ തന്റെ രാഷ്ട്രീയ ബുദ്ധിയും സ്വാധീനവും കൊണ്ട് മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണത്തിൽ വലിയ പങ്ക് വഹിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്? ജംഷഡ്ജി ടാറ്റ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc സ്ഥാപകൻ ജംഷഡ്ജി ടാറ്റയാണ്. ബംഗളൂരുവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റഷ്യ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ വാഹനം? സ്പുട്നിക്. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ഭൂമിയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഇത് ബഹിരാകാശ യുഗത്തിന് തുടക്കമിട്ടു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത്? ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം IIP ഹൈഡ്രോകാർബൺ ഗവേഷണ രംഗത്തെ ഒരു പ്രധാന സ്ഥാപനമാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന തീയതി? 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നതോടെ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാവുകയും ഒരു പരമാധികാര രാഷ്ട്രമായി മാറുകയും ചെയ്തു. റഷ്യയുടെ ദേശീയ കായിക വിനോദം? സാംബോ. സോവിയറ്റ് യൂണിയനിൽ ഉത്ഭവിച്ച ഒരു ആയോധന കലയും കായിക വിനോദവുമാണ് സാംബോ. ഇത് റഷ്യയുടെ ദേശീയ കായിക വിനോദമായി കണക്കാക്കപ്പെടുന്നു. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? അരിസ്റ്റോട്ടിൽ. പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിനെയാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത്. ജീവജാലങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങളും വർഗീകരണ ശ്രമങ്ങളും ഈ രംഗത്തിന് അടിസ്ഥാനമിട്ടു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ? AC ജോസ്.
നിയമസഭയിൽ വോട്ടുകൾ തുല്യമായി വരുമ്പോൾ സ്പീക്കർക്ക് കാസ്റ്റിംഗ് വോട്ട്, നിർണായക വോട്ട് പ്രയോഗിക്കാം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഈ അധികാരം ഉപയോഗിച്ചത് എ.സി. ജോസ് ആയിരുന്നു. വോയിസ് ഓഫ് ദി ഹാർട്ട് ആരുടെ ആത്മകഥയാണ്? മൃണാളിനി സാരാഭായി. പ്രശസ്ത ക്ലാസിക്കൽ നർത്തകിയും നൃത്തസംവിധായികയുമായിരുന്ന മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയാണ് വോയിസ് ഓഫ് ദി ഹാർട്ട്, ആൻ ഓട്ടോബയോഗ്രഫി. എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി? ഇലക്ട്രോണുകൾ. ഇലക്ട്രോണുകളുടെ ക്രമീകൃതമായ ചലനത്തെയാണ് വൈദ്യുതി എന്ന് പറയുന്നത്. ഒരു ചാലകത്തിലൂടെ ഇലക്ട്രോണുകൾ ഒഴുകുമ്പോഴാണ് വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത്. വേണാട്ടിൽ പുലപ്പേടി നിരോധിച്ച ഭരണാധികാരി? കോട്ടയം കേരളവർമ്മ. പുലപ്പേടി, മണ്ണാപ്പേടി തുടങ്ങിയ അനാചാരങ്ങൾ വേണാട്ടിൽ നിരോധിക്കുന്നതിന് കാരണമായ ശക്തനായ ഭരണാധികാരിയായിരുന്നു കോട്ടയം കേരളവർമ്മ. റസിയ സുൽത്താന വധിക്കപ്പെട്ട വർഷം? 1240. ഡൽഹി സുൽത്താനത്ത് ഭരിച്ച ഏക വനിതാ ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. 1240-ൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനു ശേഷം അവർ വധിക്കപ്പെട്ടു. ജീവിക്കുന്ന സന്യാസി, സിന്ദാപീർ എന്നറിയപ്പെട്ട മുഗൾ ചക്രവർത്തി? ഔറംഗസേബ്. ലളിത ജീവിതം നയിക്കുകയും മതപരമായ കാര്യങ്ങളിൽ കർശനമായ നിലപാടുകൾ എടുക്കുകയും ചെയ്ത മുഗൾ ചക്രവർത്തിയായിരുന്നു ഔറംഗസേബ്. അദ്ദേഹത്തെ സിന്ദാപീർ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായികതാരം? ഷോയിബ് അക്തർ. അതിവേഗ ബൌളിംഗിന് പേരുകേട്ട പാകിസ്ഥാനി ക്രിക്കറ്റ് താരമായ ഷോയിബ് അക്തറിനെയാണ് റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന് വിളിക്കുന്നത്. കേരളത്തിൽ പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്? കണ്ണാടി, പാലക്കാട് ജില്ല. 1986-ൽ കേരളത്തിൽ ആദ്യമായി പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ഗ്രാമപഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ കണ്ണാടി. റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് എവിടെ? ജപ്പാൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ നേതാവായിരുന്ന റാഷ് ബിഹാരി ബോസ് ജപ്പാനിൽ വെച്ചാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത്. ജ്ഞാനപീഠം നേടിയ ആദ്യ തമിഴ് സാഹിത്യകാരൻ? പി.വി. അഖിലാണ്ടൻ അഖിലൻ. 1975-ൽ ചിത്തിരപ്പാവൈ എന്ന നോവലിന് ജ്ഞാനപീഠം പുരസ്കാരം നേടിയ പി.വി. അഖിലാണ്ടനാണ് ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ തമിഴ് സാഹിത്യകാരൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വിദേശ ശക്തിയുടെയും മേൽക്കോയ്മയ്ക്ക് വിധേയമാകാത്ത ഒരേയൊരു രാജ്യം? നേപ്പാൾ. ചരിത്രപരമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കോളനിവൽക്കരണത്തിന് വിധേയമാകാതെ സ്വന്തം പരമാധികാരം നിലനിർത്തിയ രാജ്യമാണ് നേപ്പാൾ. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം? കണ്ണൻ ദേവൻ കമ്പനി. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സ്ഥാപനമാണ് കണ്ണൻ ദേവൻ കമ്പനി. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് ഇത് ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? രാജസ്ഥാൻ. വിസ്തീർണമനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇതിന്റെ തലസ്ഥാനം ജയ്പൂർ ആണ്. എത്ര ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖയായി കണക്കാക്കുന്നത്? 180. 180 ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖയായി കണക്കാക്കുന്നത്. ഈ രേഖ മുറിച്ചുകടക്കുമ്പോൾ തീയതിയിൽ മാറ്റം വരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ആചരിക്കുന്നത്? ദേശീയ പുനരർപ്പണ ദിനം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമദിനമായ ഒക്ടോബർ 31 ഇന്ത്യയിൽ ദേശീയ പുനരർപ്പണ ദിനമായി ആചരിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡയ്ക്കും വേണ്ടിയുള്ള പ്രതിജ്ഞ പുതുക്കുന്ന ദിനമാണിത്. രണ്ടാം ലോകമഹായുദ്ധക്കാലത്ത് നെവിൽ ചേംബർലൈൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദമൊഴിഞ്ഞപ്പോൾ പകരക്കാരനായത്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ നെവിൽ ചേംബർലൈൻ പ്രധാനമന്ത്രി പദമൊഴിഞ്ഞപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%.
ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഏകദേശം 1.18% മാത്രമാണ് കേരളത്തിന്റേത്. ഇത് തെക്കേ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യ. വിസ്തീർണത്തിലും ജനസംഖ്യയിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. ഇത് ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ്. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ബാങ്കിപ്പൂർ 1912. ജവഹർലാൽ നെഹ്റു ആദ്യമായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1912 ബാങ്കിപ്പൂരിൽ വെച്ച് നടന്നു. ഈ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിനിധിയായി പങ്കെടുത്തു. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ സർദാർ കെ.എം. പണിക്കർ. കേരള സാഹിത്യ അക്കാദമി 1956 സ്ഥാപിതമായപ്പോൾ പ്രശസ്ത ചരിത്രകാരനും നയതന്ത്രജ്ഞനുമായിരുന്ന സർദാർ കെ.എം. പണിക്കരായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. നോബൽ സമ്മാനദാനം നടക്കുന്ന തീയതി ഡിസംബർ 10. നോബൽ സമ്മാനം പ്രഖ്യാപിച്ചതിനു ശേഷം എല്ലാ വർഷവും ഡിസംബർ 10 പുരസ്കാരങ്ങൾ നൽകുന്നത്. ഇത് ആൽഫ്രഡ് നോബലിന്റെ ചരമവാർഷിക ദിനമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ ആസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരമായിരുന്നു. പിന്നീട് അത് തൃശൂരിലേക്ക് മാറ്റി. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം. റബ്ബർ കൃഷിയുടെ ഗവേഷണത്തിനും വികസനത്തിനും പ്രോത്സാഹനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ്. ഉജ്ജയിനി ഏത് നദീതീരത്ത്? ക്ഷിപ്ര. മധ്യപ്രദേശിലെ പ്രസിദ്ധമായ ഉജ്ജയിനി നഗരം ക്ഷിപ്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. നെപ്പോളിയനെതിരെ ട്രഫൽഗറിൽ ഇംഗ്ലീഷ് സേനയെ നയിച്ചത് അഡ്മിറൽ ഹൊറേഷ്യോ നെൽസൺ. 1805 ട്രഫൽഗർ യുദ്ധത്തിൽ ഫ്രഞ്ച് സ്പാനിഷ് സംയുക്ത നാവികസേനയെ തോൽപ്പിച്ച് ബ്രിട്ടീഷ് നാവികസേനയെ വിജയത്തിലേക്ക് നയിച്ചത് അഡ്മിറൽ ഹൊറേഷ്യോ നെൽസൺ ആയിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാൻ. ഹിമാലയൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. ഇത് സന്തോഷത്തിന്റെ സൂചികയ്ക്ക് പേരുകേട്ടതാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ചുകാലം അധികാരത്തിൽ തുടർന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് കെ. കരുണാകരൻ. 1977 അധികാരമേറ്റ കെ. കരുണാകരൻ മന്ത്രിസഭയാണ് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കാലം അധികാരത്തിലിരുന്നത്. അദ്ദേഹത്തിന് കേവലം 1 മാസത്തിൽ താഴെ മാത്രമേ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ. 1992. 1992 ബാർസലോണ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകയേന്തി ടീമിനെ നയിച്ച ആദ്യ വനിതയായിരുന്നു പ്രശസ്ത ഇന്ത്യൻ അത്ലറ്റ് ഷൈനി വിൽസൺ. യൂട്ടോപ്പിയ രചിച്ചത് തോമസ് മൂർ. 1516 ഇംഗ്ലീഷ് എഴുത്തുകാരനും തത്വചിന്തകനുമായിരുന്ന തോമസ് മൂർ രചിച്ച ഒരു സാങ്കൽപ്പിക ദ്വീപിനെക്കുറിച്ചുള്ള പുസ്തകമാണ് യൂട്ടോപ്പിയ. ഇത് അനുയോജ്യമായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. പെൻസിൽ അവാർഡ് ഏതു മേഖലയിലാണ് നൽകുന്നത്? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച സംഭാവനകൾക്കും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും നൽകുന്ന ഒരു പുരസ്കാരമാണ് പെൻസിൽ അവാർഡ്. ഉള്ളൂർ ഗായകൻ എന്നറിയപ്പെട്ട മലയാള കവി ഉള്ളൂർ. മലയാളത്തിലെ മഹാകവികളിലൊരാളായ ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ തന്റെ കവിതകളിലെ പൗരാണികവും ആലാപന യോഗ്യവുമായ ശൈലി കാരണം ഉള്ളൂർ ഗായകൻ എന്നറിയപ്പെട്ടിരുന്നു. റയോൺ കണ്ടുപിടിച്ചത് ജോസഫ് സ്വാൻ. 1883. പ്രധാനപ്പെട്ട ഒരു സിന്തറ്റിക് ഫൈബറായ റയോൺ ആദ്യമായി കണ്ടുപിടിച്ചത് ജോസഫ് സ്വാൻ ആണ്. 1883 അദ്ദേഹം ഇതിന് പേറ്റന്റ് നേടി. രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. വിശ്വകവിയായ രവീന്ദ്രനാഥ ടാഗോർ 1922 കേരളം സന്ദർശിക്കുകയും ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ കാണുകയും ചെയ്തു.
ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന കൂടിക്കാഴ്ചയായിരുന്നു. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് സർക്കാർ നൽകുന്ന കുത്തകാവകാശം. പേറ്റന്റ് ഒരു പുതിയ ഉൽപ്പന്നം, പ്രക്രിയ അല്ലെങ്കിൽ രൂപകൽപ്പന എന്നിവ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള നിയമപരമായ കുത്തകാവകാശമാണ് പേറ്റന്റ്. ഇത് സർക്കാരാണ് നൽകുന്നത്. ഊർജ്ജത്തിന്റെ SI യൂണിറ്റ്. ജൂൾ. ഊർജ്ജത്തിന്റെ അന്താരാഷ്ട്ര ഏകകമാണ് യൂണിറ്റ് ജൂൾ. ഒരു ന്യൂട്ടൺ ബലം 1 മീറ്റർ ദൂരം ചലിപ്പിക്കാൻ ആവശ്യമായ ഊർജ്ജത്തെ ഇത് സൂചിപ്പിക്കുന്നു. റൗലറ്റ് നിയമം ഏതു വർഷമാണ്? 1919. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ നടപ്പിലാക്കിയ അടിച്ചമർത്തൽ നിയമമാണ് റൗലറ്റ് നിയമം 1919. ഇത് വിചാരണ കൂടാതെ ആളുകളെ തടവിലാക്കാൻ അധികാരം നൽകി. ഉംറോയി വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിലെ ഒരു പ്രധാന വിമാനത്താവളമാണ് ഉംറോയി വിമാനത്താവളം. ഷില്ലോങ്ങിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പെൻഗ്വിൻ എന്നത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? USA. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരമാണ് പെൻഗ്വിൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടങ്ങളിലൊന്നാണിത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത്? EMS. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ആദ്യ മുഖ്യമന്ത്രിയുമായ EMS നമ്പൂതിരിപ്പാട് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം? കുങ്കുമം. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനങ്ങളിലൊന്നാണ് കുങ്കുമം. ഇത് പ്രധാനമായും കാശ്മീർ പോലുള്ള പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? കേണൽ ഗോദവർമ്മ രാജ. കേരളത്തിലെ കായിക രംഗത്തിന്റെ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജകുടുംബാംഗമാണ് കേണൽ ഗോദവർമ്മ രാജ. അദ്ദേഹത്തെ കായിക കേരളത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക മന്ത്രി? കെ. മുരളീധരൻ. കേരളത്തിൽ മന്ത്രിയായിരിക്കെ ഉപതിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക വ്യക്തിയാണ് കെ. മുരളീധരൻ. 2004-ൽ വടകര മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചു പരാജയപ്പെട്ടത്. പൊട്ടാസ്യം എന്ന മൂലകത്തിന് K എന്ന പ്രതീകം ലഭിച്ചത് ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്? കാലിയം. പൊട്ടാസ്യം എന്ന മൂലകത്തിന് K എന്ന പ്രതീകം ലഭിച്ചത് അതിന്റെ ലാറ്റിൻ നാമമായ കാലിയം എന്ന വാക്കിൽ നിന്നാണ്. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിലൂടെ സീറ്റ് നിലനിർത്തിയ ആദ്യ അംഗം? റോസമ്മ പുന്നൂസ്. കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പിലൂടെ നിയമസഭാ സീറ്റ് നിലനിർത്തിയ ആദ്യത്തെ അംഗം റോസമ്മ പുന്നൂസ് ആയിരുന്നു. 1960-ലാണ് ഇത് സംഭവിച്ചത്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത്? വുഡ്സ് ഡെസ്പാച്ച്. 1854-ൽ സർ ചാൾസ് വുഡ് പുറത്തിറക്കിയ വുഡ്സ് ഡെസ്പാച്ച് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതിനെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നു. ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന രാജ്യം? വത്തിക്കാൻ. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിക്ക് ഇറ്റലിയുമായി മാത്രമാണ് അതിർത്തിയുള്ളത്. ഇത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന രാജ്യമായി ഇതിനെ മാറ്റുന്നു. ശക്തൻ തമ്പുരാൻ അന്തരിച്ചത് ഏതു വർഷത്തിൽ? AD 1805. കൊച്ചി രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന ശക്തൻ തമ്പുരാൻ AD 1805-ൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലം കൊച്ചിയുടെ സുവർണ കാലഘട്ടമായി അറിയപ്പെടുന്നു. ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപുരാഷ്ട്രങ്ങൾ? മൗറീഷ്യസ്, ഫിജി. ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതൽ വസിക്കുന്ന ദ്വീപുരാഷ്ട്രങ്ങളാണ് മൗറീഷ്യസ്, ഫിജി എന്നിവ. ഇരുരാജ്യങ്ങളിലും ഇന്ത്യൻ സംസ്കാരത്തിന് വലിയ സ്വാധീനമുണ്ട്. കർണാടകത്തിലെ നൃത്തരൂപം? യക്ഷഗാനം. കർണാടകയിലെ തീരദേശ പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു പരമ്പരാഗത നാടൻ കലാരൂപമാണ് യക്ഷഗാനം.
ഇത് സംഗീതം, നൃത്തം, സംഭാഷണം, വേഷഭൂഷാദികൾ എന്നിവയുടെ സമന്വയമാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ ദായക്രമത്തെക്കുറിച്ച് പരാമർശിച്ച പ്രഥമ വിദേശ സഞ്ചാരി ഫ്രയർ ജോർദാനസ്. കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം പോലുള്ള സാമൂഹിക വ്യവസ്ഥിതികളെക്കുറിച്ച് പരാമർശിച്ച ആദ്യകാല വിദേശ സഞ്ചാരികളിൽ ഒരാളാണ് ഫ്രയർ ജോർദാനസ്. ഋഷികേശിൽ വെച്ച് ഗംഗയുമായി സംഗമിക്കുന്ന നദി ചന്ദ്രഭാഗ. ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ വെച്ച് ചന്ദ്രഭാഗ നദി ഗംഗയുമായി സംഗമിക്കുന്നു. ഈ സംഗമസ്ഥാനം ഒരു പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ലഘുഭാസ്കര്യത്തിന്റെ കർത്താവ് ശങ്കരനാരായണൻ. ആര്യഭട്ടന്റെ മഹാഭാസ്കരീയം എന്ന കൃതിയുടെ ലഘുരൂപമായ ലഘുഭാസ്കരീയം രചിച്ചത് പ്രസിദ്ധ ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായ ശങ്കരനാരായണനാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രി അവുക്കാദർ കുട്ടി നഹ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് CH മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന അവുക്കാദർ കുട്ടി നഹ. ലാ മിസറാബിൾ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണമേനോൻ. വിക്ടർ യൂഗോയുടെ പ്രശസ്ത ഫ്രഞ്ച് നോവലായ ലാ മിസറാബിൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് നാലപ്പാട്ട് നാരായണമേനോനാണ്. പൊതുതിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം 1951 മുതൽ 52 വരെ കാലഘട്ടത്തിൽ പൊതുതിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. പെലെയുടെ യഥാർത്ഥ പേര് എഡ്സൺ ആരാൻസ് ദോ നാസിമെന്റോ. ഫുട്ബോൾ ഇതിഹാസമായ പെലെയുടെ യഥാർത്ഥ പേര് എഡ്സൺ ആരാൻസ് ദോ നാസിമെന്റോ എന്നാണ്. അദ്ദേഹത്തെ ലോകത്തിലെ മികച്ച ഫുട്ബോൾ കളിക്കാരിലൊരാളായി കണക്കാക്കുന്നു. പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം അറിയപ്പെടുന്ന പേര് ക്രൂഡ് ഓയിൽ. ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധീകരിക്കാത്ത പെട്രോളിയം രൂപമാണ് ക്രൂഡ് ഓയിൽ. ഇത് സംസ്കരിച്ചാണ് പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. കർണാടക സംഗീതത്തിന്റെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് MS സുബ്ബലക്ഷ്മി. പ്രസിദ്ധ കർണാടക സംഗീതജ്ഞയായ MS സുബ്ബലക്ഷ്മിയെ കർണാടക സംഗീതത്തിന്റെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭാരതരത്ന ലഭിച്ച ആദ്യ സംഗീതജ്ഞയാണ് അവർ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ PC മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI സ്ഥാപിച്ചത് പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞനും സ്റ്റാറ്റിസ്റ്റീഷ്യനുമായിരുന്ന പ്രശാന്ത ചന്ദ്ര മഹലനോബിസാണ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിനു കാരണക്കാരനായ സാൻഡേൽസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത് ഭഗത് സിംഗ്. സൈമൺ കമ്മീഷനെതിരായ പ്രകടനത്തിനിടെയുണ്ടായ ലാത്തിച്ചാർജിൽ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേൽസ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗും കൂട്ടരും ചേർന്ന് വധിച്ചു. ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അടൽ ബിഹാരി വാജ്പേയി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി 1999-ൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ചേർന്ന് ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ ശിക്ഷാനിയമം നടപ്പിലാക്കിയ വർഷം 1861. ഇന്ത്യൻ ശിക്ഷാനിയമം ഇന്ത്യൻ പീനൽ കോഡ് IPC ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 1861-ലാണ്. ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളെ ഇത് ഏകീകരിച്ചു. കളിയാട്ടം എന്ന സിനിമ ഏത് ഷേക്സ്പിയർ നാടകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? ഒഥല്ലോ. പ്രശസ്ത മലയാള ചലച്ചിത്രമായ കളിയാട്ടം വില്യം ഷേക്സ്പിയറുടെ ക്ലാസിക് ദുരന്തനാടകമായ ഒഥല്ലോയെ ആസ്പദമാക്കി ജയരാജ് സംവിധാനം ചെയ്തതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നത് RS ഉണ്ണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കറായി സേവനമനുഷ്ഠിച്ചത് RS ഉണ്ണിയാണ്. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? RD കാർവേ. RD കാർവേയെ ഇന്ത്യയിൽ കുടുംബാസൂത്രണത്തിന്റെ പിതാവായി കണക്കാക്കുന്നു.
ജനസംഖ്യാ നിയന്ത്രണത്തിനും കുടുംബങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ ശ്രദ്ധേയമാണ്. മെഡിറ്ററേനിയന്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് ജിബ്രാൾട്ടർ. മെഡിറ്ററേനിയൻ കടലിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ജിബ്രാൾട്ടർ കടലിടുക്കിന്റെ തന്ത്രപരമായ പ്രാധാന്യം കാരണമാണ് ഇതിനെ മെഡിറ്ററേനിയന്റെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. കനാൽ ശൃംഖല വിപുലമായ രീതിയിൽ നിർമ്മിച്ച തുഗ്ലക്ക് സുൽത്താൻ ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഫിറോസ് ഷാ തുഗ്ലക്ക് തന്റെ ഭരണകാലത്ത് ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി കനാലുകൾ നിർമ്മിച്ചു. ഇത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈ. മുംബൈ ഇന്ത്യൻ സിനിമയുടെ പ്രധാന കേന്ദ്രമായതിനാൽ ബോളിവുഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. നിരവധി ചലച്ചിത്ര സ്റ്റുഡിയോകളും പ്രൊഡക്ഷൻ കമ്പനികളും ഇവിടെ പ്രവർത്തിക്കുന്നു. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ്. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും ഏഷ്യയിലും ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ പ്ലേഗ് മഹാമാരിയാണ് കറുത്ത മരണം എന്നറിയപ്പെടുന്നത്. യെർസീനിയ പെസ്റ്റിസ് എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂല്യവർദ്ധിത നികുതി വാറ്റ് നിലവിൽ വന്ന തീയതി 2005 ഏപ്രിൽ 1. ഇന്ത്യയിൽ കേന്ദ്രീകൃത വിൽപ്പന നികുതിക്ക് പകരമായി മിക്ക സംസ്ഥാനങ്ങളിലും 2005 ഏപ്രിൽ 1 മൂല്യവർദ്ധിത നികുതി വാറ്റ് നടപ്പിലാക്കി. ഇത് നികുതി ഘടനയെ കൂടുതൽ ലളിതമാക്കാൻ സഹായിച്ചു. റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് ട്രൈപ്ലംബിക് ടെട്രോക്സൈഡ്. ലെഡ് സൾഫൈഡിൽ നിന്ന് ലഭിക്കുന്ന ചുവന്ന നിറമുള്ള ഒരു രാസ സംയുക്തമാണ് റെഡ് ലെഡ്. പെയിന്റുകളിലും നാശനഷ്ടം തടയുന്ന പ്രൈമറുകളിലും ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ രാസനാമം ട്രൈപ്ലംബിക് ടെട്രോക്സൈഡ് എന്നാണ്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത് ആര്? കെ.എം. മാണി. കെ.എം. മാണി പാലാ മണ്ഡലത്തിൽ നിന്ന് റെക്കോർഡ് സമയത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഔറംഗസേബിന്റെ ഭാര്യ റാബിയ ദുറാനിയുടെ ശവകുടീരം ബീബി കാ മക്ബറ. ഔറംഗസേബിന്റെ ഭാര്യ റാബിയ ദുറാനിയുടെ ശവകുടീരമായ ബീബി കാ മക്ബറ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹലിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഇത് ദക്ഷിണേന്ത്യയുടെ താജ്മഹൽ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വന്തം ഭരണഘടനയുണ്ടായിരുന്ന ഏക സംസ്ഥാനം ജമ്മു കശ്മീർ. ഇന്ത്യൻ ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം പ്രകാരം ജമ്മു കശ്മീരിന് ഒരു പ്രത്യേക പദവിയും സ്വന്തം ഭരണഘടനയും ഉണ്ടായിരുന്നു. എന്നാൽ 2019-ൽ ഈ അനുച്ഛേദം റദ്ദാക്കുകയും സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തു. കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയത് ഏതു പേടകത്തിലാണ്? കൊളംബിയ. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗള കൊളംബിയ സ്പേസ് ഷട്ടിലിലെ STS-87, STS-107 എന്നീ ദൗത്യങ്ങളിൽ പങ്കെടുത്തു. 2003-ൽ STS-107 ദൗത്യത്തിൽ വെച്ച് പേടകം തകരുകയും അവർ മരണപ്പെടുകയും ചെയ്തു. കോവൈ എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? കോയമ്പത്തൂർ. തമിഴ്നാട്ടിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമായ കോയമ്പത്തൂർ കോവൈ എന്ന പേരിലും അറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട തുണി വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആര്? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനത്തിലെ ഖിൽജി വംശത്തിലെ ശക്തനായ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ദക്ഷിണേന്ത്യയിലേക്ക് സൈനിക മുന്നേറ്റം നടത്തി ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ച ആദ്യത്തെ സുൽത്താനായിരുന്നു അദ്ദേഹം. രബീന്ദ്രനാഥ് ടാഗോർ ജനിച്ച വീട് ജെറാസാൻഗോ ഭവനം. കൊൽക്കത്തയിലെ ജോറസാൻഗോയിൽ സ്ഥിതി ചെയ്യുന്ന ടാഗോർ കുടുംബത്തിന്റെ പരമ്പരാഗത ഭവനമാണ് ജെറാസാൻഗോ ഭവനം. രബീന്ദ്രനാഥ് ടാഗോർ ഇവിടെയാണ് ജനിച്ചത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വനിത മായാവതി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി മായാവതി 4 തവണ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വനിത എന്ന റെക്കോർഡ് അവർക്ക് സ്വന്തമാണ്. രണ്ടാം ചോള സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ വിജയലായൻ.
9ാം നൂറ്റാണ്ടിൽ വിജയലായൻ ചോള രാജവംശത്തെ പുനരുജ്ജീവിപ്പിച്ച് രണ്ടാം ചോള സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. തഞ്ചാവൂർ പിടിച്ചടക്കി അദ്ദേഹം ചോളശക്തിയെ വീണ്ടും സ്ഥാപിച്ചു. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറ കേരളത്തിലെ പ്രധാന കളിമണ്ണ് നിക്ഷേപ കേന്ദ്രമാണ്. ഇത് കളിമണ്ണ് വ്യവസായത്തിനും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും പേരുകേട്ടതാണ്. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠനകേന്ദ്രം ബാംഗ്ലൂർ. ബാംഗ്ലൂർ, ബംഗളൂരു ഇന്ത്യയുടെ പ്രധാന സാങ്കേതിക വിദ്യാ കേന്ദ്രമാണ്. രാജ്യത്തെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രങ്ങളിലൊന്ന് ഇവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇത് സാങ്കേതിക ഗവേഷണത്തിന് വലിയ സംഭാവന നൽകുന്നു. ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് ഹൈക്കോടതി. ഉത്തർപ്രദേശിലെ അലഹബാദ് ഹൈക്കോടതി രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ്. വലിയ ജനസംഖ്യയും സംസ്ഥാനത്തിന്റെ വ്യാപ്തിയും കാരണം ഇവിടെ കേസുകളുടെ എണ്ണം കൂടുതലാണ്. ISRO സ്ഥാപിക്കപ്പെട്ട വർഷം 1969. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO 1969 ഓഗസ്റ്റ് 15 സ്ഥാപിതമായി. ഡോക്ടർ വിക്രം സാരാഭായിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ലിൻലിത്ഗോ പ്രഭു. 1936 മുതൽ 1943 വരെ ഇന്ത്യയുടെ വൈസ്രോയിയായിരുന്ന ലിൻലിത്ഗോ പ്രഭുവാണ് ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിൽ ഇരുന്നത്. രണ്ടാം ലോകമഹായുദ്ധം, ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയ നിർണായക സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുന്ന ഹംപി ഏത് സംസ്ഥാനത്താണ്? കർണാടകം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ചരിത്രപരമായും വാസ്തുവിദ്യയുടെ പ്രാധാന്യത്തിലും മുന്നിട്ടു നിൽക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി DMK ദ്രാവിഡ മുന്നേറ്റ കഴകം. തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം DMK. 1967 CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ അവർ ഭരണം പിടിച്ചെടുത്തു. ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തവരിൽ പ്രമുഖനായ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ലോകസമാധാനം നിലനിർത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കുന്നതിൽ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് പ്രധാന പങ്ക് വഹിച്ചു. ലീഗ് ഓഫ് നേഷൻസിന്റെ പരാജയത്തിൽ നിന്ന് പാഠമുൾക്കൊണ്ടാണ് അദ്ദേഹം UN എന്ന ആശയം മുന്നോട്ടുവെച്ചത്. ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് മന്ത്രിയായ ആദ്യ വനിതയാണ്. ഉത്തർപ്രദേശിൽ പ്രാദേശിക സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു അവർ. കേരളത്തിൽ വ്യഭിചാരക്കുറ്റം ആരോപിച്ചിരുന്ന സ്ത്രീകൾക്കെതിരെ സ്വീകരിച്ചിരുന്ന നടപടി സ്മാർത്ത വിചാരം. നമ്പൂതിരി സമുദായത്തിൽ വ്യഭിചാരക്കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീകൾക്കെതിരെ നടത്തിയിരുന്ന വിചാരണാ സമ്പ്രദായമാണ് സ്മാർത്ത വിചാരം. ഇതൊരു സാമൂഹിക വിചാരണാ രീതിയായിരുന്നു. ഇന്ത്യയിലെ ടൈഡൽ തുറമുഖം കാണ്ട്ല. ഗുജറാത്തിലെ കച്ച് ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കാണ്ട്ല തുറമുഖം ഇന്ത്യയിലെ ഒരു പ്രധാന ടൈഡൽ തുറമുഖമാണ്. വേലിയേറ്റത്തിന്റെ സഹായത്തോടെ കപ്പലുകൾക്ക് ഇവിടെ പ്രവേശിക്കാനാകും. വിക്ടോറിയ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? സാംബസി. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ വിക്ടോറിയ വെള്ളച്ചാട്ടം സാംബസി നദിയിലാണ്. ഇത് സിംബാബ്വെക്കും സാംബിയക്കുമിടയിലുള്ള അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സർവകലാശാലയുടെ ആസ്ഥാനം ടോക്കിയോ. ഐക്യരാഷ്ട്രസഭയുടെ സർവകലാശാല UNU ജപ്പാനിലെ ടോക്കിയോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആഗോള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിലും വിജ്ഞാന വ്യാപനത്തിലും ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു ദുരന്തമാണ് വാഗൺ ട്രാജഡി.
കലാപകാരികളെ അടച്ച വാഗണിൽ തടവിലാക്കി കൊണ്ടുപോയപ്പോൾ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണിത്. ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 8 മഹാത്മാഗാന്ധി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരം ഓഗസ്റ്റ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയ്ക്ക് ഉടനടി സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു ഇത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ നഗരം സിഡ്നി. ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ സിഡ്നി രാജ്യത്തെ ഏറ്റവും വലിയ നഗരമാണ്. ഒരു പ്രധാന സാമ്പത്തിക, സാംസ്കാരിക, വിനോദസഞ്ചാര കേന്ദ്രമാണിത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ രാജസ്ഥാൻ കനാൽ, ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ എന്നറിയപ്പെടുന്ന രാജസ്ഥാൻ കനാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ സംവിധാനമാണ്. ഇത് രാജസ്ഥാനിലെ വരണ്ട പ്രദേശങ്ങളിലേക്ക് ജലം എത്തിച്ച് കൃഷിയെ സഹായിക്കുന്നു. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട പോർച്ചുഗൽ തുറമുഖം ബെലം. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള തന്റെ ചരിത്രപരമായ കപ്പൽ യാത്ര ആരംഭിച്ചത് പോർച്ചുഗലിലെ ബെലം തുറമുഖത്തുനിന്നാണ്. ഇത് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽപാത കണ്ടെത്തുന്നതിന് വഴിതെളിയിച്ചു. വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ പന്തലായനി കടപ്പുറം ഏത് ജില്ലയിൽ? കോഴിക്കോട്. 1498 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്, പന്തലായനി കടപ്പുറത്താണ്. ഇത് യൂറോപ്യൻ ശക്തികളുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള കടന്നുവരവിന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ സന്യാസിനി ഉമാ ഭാരതി. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഉമാ ഭാരതി ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ സന്യാസിനിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവാണ് അവർ. സിബിഐയുടെ കേരള യൂണിറ്റിന്റെ ആസ്ഥാനം കൊച്ചി. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ സിബിഐ കേരള യൂണിറ്റിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. സംസ്ഥാനത്തെ പ്രധാന കേസുകളുടെ അന്വേഷണത്തിൽ സിബിഐ യൂണിറ്റ് പ്രവർത്തിക്കുന്നു. വെല്ലസ്ലി പ്രഭുവിന്റെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഹൈദരാബാദ്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാട്ടുരാജ്യം ഹൈദരാബാദാണ്. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്വാധീനം ഇന്ത്യയിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചു. കേരളത്തിൽ ചന്ദനക്കാടുള്ള പ്രദേശം മറയൂർ. ഇടുക്കി ജില്ലയിലെ മറയൂർ കേരളത്തിലെ സ്വാഭാവിക ചന്ദനക്കാടുകൾക്ക് പേരുകേട്ടതാണ്. മറയൂർ ശർക്കരയും ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്.